വണക്കം. വീർ സവർക്കർ മാപ്പ് പറഞ്ഞു, ഷൂ നക്കി എന്നൊക്കെ പറഞ്ഞതിന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രാഹുൽ ഗാന്ധി എടുത്തിട്ട് കുടഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുടഞ്ഞ് ആശ്വാസമായിട്ട് രാഹുൽ ഗാന്ധി വീട്ടിൽ വന്നിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ അടുത്ത പണി രാഹുൽ ഗാന്ധിയെ തേടിപ്പിടിച്ച് വരുന്നത്. വീർ സവർക്കർ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എത്ര തവണ മാപ്പ് പറഞ്ഞു എന്ന് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല. ഈ വീർ സവർക്കർ മാപ്പ് പറഞ്ഞിട്ടുണ്ടോടെ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചു, ഒരു 12 കത്തും എടുത്ത് ഫ്രണ്ടിൽ വെച്ചു. മഹാത്മാഗാന്ധി ഇതിലെന്താണ് പറയുന്നത് എന്നൊരു കത്തും എടുത്ത് വെച്ചു. അതിന് ഇനി ഞാൻ സെപ്പറേറ്റ് മാപ്പ് പറയാം എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി നേരെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ കാണാടാ, ഇതാ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മോൻ്റെ അടുത്ത കേസ് വരുന്നു. ഇതെല്ലാം കൂടെ എൻ്റെ മണ്ടക്കിട്ടാണല്ലോ ഭഗവാനെ എന്നാണ് സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനെതിരെ ആരോപണം, അതും വ്യാജ ആരോപണം ഉന്നയിച്ചതിൽ രാഹുൽ ഗാന്ധി ഓടി നടന്ന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശിവരാജ് സിംഗ് ചൗഹാനെതിരെ 2018 രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ചൗഹാൻ്റെ മോൻ വിട്ടില്ല. ചൗഹാൻ്റെ മോൻ രാഹുൽ ഗാന്ധിയെ വിടാതെ പിന്തുടർന്നു. ഇതുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ട് അങ്ങ് പട്ടായയെ പോയി കുട്ടി നിക്കറിട്ട് ചുറ്റി തിരിഞ്ഞാലൊന്നും മോനെ നിന്നെ ഞാൻ വിടൂല എന്നാണ് രാഹുൽ ഗാന്ധിയെ നോക്കി ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മോൻ പറഞ്ഞത്. ആ കേസ് പുള്ളിക്കാരൻ നടത്തി അവസാനം യവനെ കൊണ്ട് ഇഷ ഇമ്മ ഇട്ട ഗഗ ഗറ ഗട്ട വരപ്പിച്ച്. അതാണ് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മോൻ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല. സംഭവം മാനനഷ്ടത്തിന് ശിവരാജ് സിംഗ് ചൗഹാൻ്റെ മോൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാർത്തികേയ സിംഗ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. കാർത്തികേയ സിംഗ് കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ എഴുതി ചേർക്കണം, പ്രപഞ്ച പരാജയവുമായ രാഹുൽ ഗാന്ധി മധ്യപ്രദേശിൽ ഇപ്പോൾ പോയി ഖേദം പ്രകടിപ്പിച്ചിരിക്കണം. മധ്യപ്രദേശ് ഹൈക്കോടതിയിലാണ് പോയി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2018 ഈ സംഭവം നടക്കുന്നത്. 2018 ജാംബുവ, ആ ജാംബുവയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലാണ് രാഹുൽ ഗാന്ധി പനാമ പേപ്പേഴ്സ് ചോർച്ചയെക്കുറിച്ചും കാർത്തികേയ സിംഗിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് നടത്തിയ ചില പ്രസ്താവനകൾ. ഏത് ഗുളിയം പിടിച്ച നേരത്താന്തോ ഈശ്വര എനിക്ക് പ്രസ്താവനകളൊക്കെ നടത്താൻ തോന്നി ഇതെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുകയാണ്. ഇന്ന് BJPയുടെ അമിത് മാളവ്യ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ആ പേര് മാറ്റിയിട്ട് സോറി ഗാന്ധി എന്നുള്ള ആ പേരിടാം, അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. സോറി എൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കോടതിയിൽ രാഹുൽ ഗാന്ധിക്ക് വാദിക്കാമല്ലോ എന്നാണ് അമിത് മാളവ്യ പറഞ്ഞിരിക്കുന്നത്. അമ്മാതിരി മാപ്പ് പറച്ചിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാകിസ്ഥാൻ ഉണ്ടല്ലോ, പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് പൊളകം കൊണ്ടു. അങ്ങനെ പൊളകം കൊണ്ട ശേഷമാണ് രാഹുൽ ഗാന്ധി അറിഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോഴേക്കും രാഹുൽ ഗാന്ധി പ്ലേറ്റ് മറിച്ചിട്ട് പാകിസ്ഥാൻ അടിക്കരുതേ, യുദ്ധം നിർത്തണേ, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് അലമുറയിട്ട് കരയാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ റഫേൽ വിമാനങ്ങൾ അടിച്ചിട്ടു എന്നുള്ള അവകാശവാദം പാകിസ്ഥാൻ ഉണ്ടാക്കിയ ഒരു അവകാശവാദമാണ്. അമാതിരി പിക്ചേഴ്സും ഇമേജൊക്കെ വെച്ച് ആ ഒരു അറിയാമല്ലോ, കണ്ടാൻ തന്നെ പിടിച്ച വേട്ടാവളയമാനാണ്. അങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിവിടെയുള്ള രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഏത് രാജ്യം ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവൻ ഈ പണി കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഏറ്റെടുത്ത് പിന്നീട് രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലായത് അങ്ങനെയല്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായപ്പോഴാണ് രാഹുൽ ഗാന്ധി ആ സത്യം തിരിച്ചറിഞ്ഞത്, ഐ ആം ട്രാപ്ഡ്. പക്ഷേ അതിനു മുമ്പ് പിള്ളേർ എന്ത് ചെയ്തു? അലക്കേണ്ടതൊക്കെ അലക്കി കൊടുക്കേണ്ട കേസൊക്കെ കൊണ്ട് കൊടുത്തു. ഇനി അതിന് പോയി മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് ഇനി കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഓടി നടന്ന് മാപ്പ് പറയേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു ഊഹം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മറ്റേ ഒരു യാത്ര നടത്തിയല്ലോ, കന്യാകുമാരിയിൽ നിന്ന് കുറ്റിയും പറിച്ച് നേരെ മുകളിലോട്ട് പോകണം, കശ്മീരിൽ പോയി മഞ്ഞൊക്കെ എറിഞ്ഞ് കളിച്ചല്ലോ, ഭാരത് ജോഡോ യാത്ര. അങ്ങനെ ഒരു യാത്ര നടത്തുന്നതായിരിക്കും വീണ്ടും നല്ലത്. ജനങ്ങളെ കണ്ണി പൊടിയിട്ട് അങ്ങനെ ഒരു യാത്ര നടത്തി അങ്ങനെ താഴ്ന്ന് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ കുറേ കോടതി ഉണ്ടല്ലോ, താഴ്ന്ന് മുകളിലോട്ട് മജിസ്ട്രേറ്റ് കോടതി, ഡിസ്ട്രിക്ട് കോടതി, ഹൈക്കോടതി, അങ്ങനെ പല കോടതികളുണ്ട്. ആ കോടതികളിലെല്ലാം മാപ്പ് എന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും രാഹുൽ ഗാന്ധിക്ക് നല്ലത്. അതും നടക്കും ഇതും നടക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും അതിലേക്ക് നമുക്ക് വരാം. 2018 ജാംബുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ ഗാന്ധി പനാമ പേപ്പേഴ്സ് ചോർച്ചയെക്കുറിച്ച് കാർത്തികേയ സിംഗിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ പുതിയ നടപടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ പരാമർശം തൻ്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തി എന്നാണ് പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ അപകീർത്തികരമാണെന്ന് ആരോപിച്ച് കാർത്തികേയ സിംഗ് ഭോപ്പാലിലെ പ്രത്യേക MLA കോടതിയെ സമീപിച്ചിരുന്നു. പരാതിയിൽ നടപടിയെടുത്ത വിചാരണ കോടതി കേസിൽ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകാൻ സമൻസ് അയച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി പട്ടായയിൽ പോയി സ്മാങ്ങണും മാമ മീങ്ങണും മാമ ഞീങ്ങണും മാമ മണിമാമ എന്ന് പറഞ്ഞ് കളിച്ച് നടക്കുകയായിരുന്നായിരിക്കും. എന്നാലും സമൻസിനെ തുടർന്ന് സമൻസും അപകീർത്തി നടപടികളും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു. ഈ സമൻസ് കൊടുത്തല്ലേ MLA കോടതിയിലാണ് കൊടുത്തത്. ഇവൻ എന്ത് ചെയ്തു? നേരെ മധ്യപ്രദേശ് കോടതിയിൽ പോയി സമൻസ് റദ്ദാക്കണം എന്ന് പറഞ്ഞു.
കോടതി പറഞ്ഞു റദ്ദാക്കാം, അന്ന് മാപ്പ് പറഞ്ഞിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നടന്നിരിക്കുന്നത്. ആകെപ്പാടെ അതായത് അവിടെ നിന്ന് കിട്ടി ഇവിടെ നിന്ന് കിട്ടി എന്നുള്ള അവസ്ഥയായിപ്പോയി. ബുധനാഴ്ച അഭിഭാഷകൻ മുഖേന സമർപ്പിച്ച അപേക്ഷയിൽ ചോദ്യം ചെയ്യപ്പെട്ട പരാമർശങ്ങൾ കാർത്തികേയ സിംഗിനെ പരാമർശിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നത്? നാണം വേണം, നാണവും മാനവും വേണം. അതായത് ഒരാളെക്കുറിച്ച്, അത് ഒരാളെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ അയാൾ പോയി കോടതി കേസ് കൊടുക്കുക. അപ്പം തിരിച്ചു എന്ന് പറയുക ഞാൻ അയാളെ തന്തയ്ക്കല്ല വിളിച്ചത്, അല്ലെങ്കിൽ തന്തയ്ക്ക് ഞാൻ വിളിച്ചിട്ടില്ല, തന്ത എന്ന് പറഞ്ഞ വാക്കല്ല ഞാൻ ഉപയോഗിച്ചത് എന്നൊക്കെയുള്ള ഈ ലൊട്ടിലൊടുക്ക് ഞാൻ ഈ മറ്റേ കണ്ടാൻ തന്നെ പിടിച്ച ആ ഒരു ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരിക്കലും കാർത്തികേയ സിംഗിനെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ കോടതി ചോദിച്ചു പിന്നെ ഇത് ആരെയാണ് ഈ പറയണത്? അത് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി പഴം വിഴുങ്ങിയതുപോലെ ആയിപ്പോയി കോടതിയിൽ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ അഭിഭാഷകന്മാരൊക്കെ കപിൽ സിബൽ ഏറ്റെടുത്ത കേസുകളെല്ലാം 8 നിലയെ പൊട്ടുന്നുണ്ട്. പിന്നെ മനു അഭിഷേക് സിംഗ്വി എന്ന് പറഞ്ഞ വേറൊരു കൊടികെട്ടിയ വക്കീലുണ്ട്. കൊലക്കയറ് കിട്ടാതിരുന്ന ഭാഗ്യം. മാപ്പ് പറയാൻ പോകുന്ന രാഹുൽ ഗാന്ധി. എന്ത് തന്നെയായിരുന്നാലും വ്യാഴാഴ്ച ഹർജി പരിഗണിക്കാതിരുന്ന ജസ്റ്റിസ് പ്രമോദ് കുമാർ അഗർവാളിൻ്റെ മുമ്പാകെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം കീഴ്ക്കോടതിയിൽ നിന്നുള്ള രേഖകളും ഹർജിക്കാരൻ ഹാജരാക്കി. നടപടികളിൽ പരാതിക്കാരന് വേണ്ടി അഭിഭാഷകൻ സങ്കൽപ്പ് കൊച്ചാറാണ് ഹാജരായത്. ഈ സംഭവ വികാസങ്ങൾ BJP IT സെൽ മേധാവി അമിത് മാളവിയയിൽ നിന്ന് രൂക്ഷമായ രാഷ്ട്രീയ പ്രതികരണത്തിനും വിമർശനത്തിനും കാരണമായി. രാഹുൽ ഗാന്ധി വിവാദ പരാമർശങ്ങൾ നടത്തുന്നതും പിന്നീട് അത് പിൻവലിക്കുന്നതും പതിവാണെന്ന് അദ്ദേഹം എക്സിനോട് കുറിച്ച് പോയി. ഇതിൽ വലിയ അത്ഭുതപ്പെടാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ പതിവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും രണ്ടാം തരം പിടിച്ച കാര്യങ്ങൾ ഒപ്പിച്ചു വയ്ക്കുക, പിന്നീട് മാപ്പ് പറയുക. ഇൻ ഹിസ് പോസ്റ്റ് മാളവിയ സെഡ് രാഹുൽ ഗാന്ധി ഷുഡ് പെർഹാപ്സ് മേക്ക് സോറി ഹിസ് മിഡിൽ നെയിം. അതായത് രാഹുൽ ഗാന്ധി സോറി എന്നുള്ള പേര് മിഡിൽ നെയിം ആക്കണം, രാഹുൽ സോറി ഗാന്ധി എന്നാക്കണം. One has lost count of the numbers of times he has to apologize, express regret or retract his defamatory and irresponsible statements. അതായത് ഇങ്ങനെ നിരന്തരമായിട്ട് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന ആൾക്ക് ഇത് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. The latest instance comes in the defamation case filed by Kartikeya Singh, son of Union Minister Shivraj Singh Chauhan. Rahul Gandhi has now approached the Madhya Pradesh High Court, expressed regret, stating that the remarks in question were not even related to Kartikeya Singh. This raises a simple question. If the statement was not about him, why was it made in the first place? And if it was made without facts, why does it say about Rahul Gandhi's credibility? കോടതി ചോദിച്ചിരിക്കുന്നത് ശരി, ഇത് ആ കാർത്തികേയ സിംഗ് അല്ല, ഇത് വേറെ ഏതോ കാർത്തികേയ സിംഗ് ആണ്, ഈ ഇരിക്കുന്ന ഞാനില്ലേ അത് ഞാനല്ല, ഞാൻ വേറെ ഏതോ ഞാനാണ് എന്നാണ് നീ പറയണത്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ക്രെഡിബിലിറ്റി എന്താകും? അതായത് കണ്ടതും കടച്ചാണിയായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഉന്നയിക്കുമ്പോൾ ഒരു രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവാണ്, ആ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, അത് എവിടെ പോകും എന്നാണ് കോടതി നിലവിൽ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്തോരം മാപ്പുകൾ വരാനിരിക്കുന്നത്, വീര സവർക്കറിൻ്റെ കേസിൽ മാപ്പ് വരാനിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2025 ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങളൊക്കെ അടിച്ചുടച്ച് 36 റഫേൽ വിമാനങ്ങളുണ്ട്, ഇതൊക്കെ അടിച്ചുടച്ചെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇന്ന് എന്ത് ചെയ്തു? ഇന്ത്യൻ വ്യോമസേന 36 റഫേൽ വിമാനങ്ങൾക്ക് ഒരു പുതിയ ബ്രിഡ്ജ് സപ്പോർട്ട്, അതായത് ടെൻഡർ പുറത്തിറക്കി. അതിൻ്റെ ഈ തൂപ്പും തുടപ്പും മെയിൻ്റനൻസും സ്പെയർ പാർട്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബ്രിഡ്ജ് സപ്പോർട്ട് ടെൻഡർ എന്ന് പറയുന്നത്. ഈ ടെൻഡർ പുറത്തിറക്കിയത് 36 റഫേൽ വിമാനങ്ങൾക്ക് വേണ്ടിയാണ്. 36 ഇന്ത്യയുടെ കയ്യിലുള്ളൂ. ആ 36 റഫേൽ വിമാനങ്ങൾക്ക് വേണ്ടി ടെൻഡർ ഇറക്കിയപ്പോൾ പാകിസ്ഥാൻ 6 അടിച്ചു കളഞ്ഞെങ്കിൽ മറ്റേ വേട്ടാവളി ഉണ്ടല്ലോ നമ്മുടെ മാത്യു സാമുവൽ വന്നിരുന്നിട്ട് ഇന്ന് RSSകാർ രാവിലെ നോക്കിയപ്പോൾ മോഹൻ ഭാഗവത്തിൻ്റെ ഒരു മെസ്സേജ്, മാത്യു സാമുവൽ ജി ആപ് കഹാം ഹേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചിയാണ് കക്കൂസിലിരിക്കുകയായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്യു സാമുവൽ കിടന്ന് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇയാളാണ് ആദ്യം 6 വിമാനം അടിച്ച് ഉടച്ച് താഴെയിട്ടെന്ന് പറഞ്ഞത് വേട്ടാവളി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ 6 വിമാനം പോയെങ്കിൽ 36 പോയിട്ട് ബാക്കി 30 വിമാനങ്ങൾക്ക് ഇറക്കിയാൽ മതിയല്ലോ. അതെന്തിനാണ് 6 വിമാനങ്ങൾക്ക് ഇറക്കേണ്ടത്? ഇതിനും കൂടെ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ BJPക്കാർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലമുറയിടുന്നുണ്ട്. ആ BJPക്കാരോട് എനിക്ക് പറയാനുള്ളത്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഐശ്വര്യമാണ്. ആ ഐശ്വര്യമായിട്ടുള്ള ആ മഹാമനുഷ്യനെ ഇങ്ങനെ കുത്തി നോവിക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റീത്ത്, ഹാരം, ജണ്ടുമാല എന്നിവ കൊടുത്ത് അദ്ദേഹത്തിന് നിങ്ങൾ വീർപ്പ് മുട്ടിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി.